നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോയുടെ പ്രൊഫഷണലിസം പറയുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം, ട്രെയിനിങ് നേരത്തെ എത്തും, ഏറ്റവും അവസാനമേ പോവുകയുള്ളൂ. മാർസൽ പറയുകയാണ് അത് മാത്രമല്ല ക്രിസ്ത്യാനോ, അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസം. യെസ്, വിശദമായിട്ട് മാർസലോ പറയുന്നുണ്ട് ക്രിസ്ത്യാനോയുടെ പ്രൊഫഷണലിസത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് അറൈവിങ് ഏർലി ഓർ ലീവിങ് ലേറ്റ്. അത് മാത്രമല്ല, അധികം എല്ലാ അർത്ഥത്തിലും എവറി സെൻസ് ഓഫ് ദി വേർഡ് അദ്ദേഹം പ്രൊഫഷണലാണ്. അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഡെഡിക്കേഷനോടുകൂടി കമ്മിറ്റ്മെൻറ്റോടുകൂടിയാണ് ചെയ്യുന്നത്. അത് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും, അദ്ദേഹത്തിൻ്റെ ഉറക്കമാണെങ്കിലും, ട്രെയിനിങ് ആണെങ്കിലും, റിക്കവറി ആണെങ്കിലും, ഓരോ കളിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എവറിത്തിങ് അദ്ദേഹം സംസാരിക്കുന്നതിനെ നിങ്ങൾ നോക്കുക, അതിൽ പോലും നമുക്ക് ആ പ്രൊഫഷണലിസം വ്യക്തമായിട്ട് മനസ്സിലാവും. എല്ലാ പ്ലേയേഴ്സും ആ രൂപത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ക്രിസ്ത്യാനോയുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഓർമ്മയുള്ള എന്തെങ്കിലും ഒരു സ്റ്റോറി പറയാൻ പറ്റുമോ? അപ്പോൾ മാർസലോയുടെ മറുപടി, മാൻ, ഒരുപാട് കഥകളുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ്, അതിനൊരു എക്സാമ്പിൾ എന്ന രൂപത്തിൽ ഞാനൊരു സംഭവം പറയാം. അദ്ദേഹം പേഴ്സണലി മത്സരത്തിന് മുമ്പ് എല്ലാവരോടും സംസാരിക്കും. ഗൈസ്, ടേക്ക് ഇറ്റ് ഈസി ഇൻ ദി ഫസ്റ്റ് 10 or 15 minutes, ഐ വിൽ സ്കോർ ദി ഫസ്റ്റ് ഗോൾ എന്നൊക്കെ അദ്ദേഹം പറയും. എല്ലാവരും അങ്ങനെ കളിക്കുക, റിലാക്സ് ചെയ്ത് കളിക്കുക, ഒരു ആദ്യത്തെ ഗോൾ ഞാൻ അടിച്ചിരിക്കും എന്ന് അദ്ദേഹം പറയും. ദെൻ അദ്ദേഹം എന്നോട് പ്രത്യേകം പറയും, ഗുഡ് ലക്ക് ഇൻ ദി ഫസ്റ്റ് 10 minutes. ആദ്യത്തെ 10 മിനിറ്റ് ശ്രദ്ധിച്ചോളണം, ഒരുപാട് നിങ്ങൾക്ക് കയറി പോകരുത്, ഡോണ്ട് പുഷ് ടു ഫാർ, വെയിറ്റ്, കളി എന്നിട്ട് കൃത്യമായിട്ട് നീ ആദ്യം റീഡ് ചെയ്യ്, എന്നിട്ട് നിൻ്റെ യൂഷ്വലായിട്ടുള്ള കളി കളിക്ക്. അതായത് മാർസലോ അങ്ങ് ഇടത് വിങ്ങിലൂടെ അങ്ങ് കയറി അങ്ങ് പോകും. ആ തുടക്കം തന്നെ ചെയ്താൽ പിന്നെ എതിരാളികൾ ചിലപ്പോൾ പണി തന്നു പോകും. അപ്പോൾ അതാ പറയുന്നത്, ആദ്യത്തെ 10 മിനിറ്റ് നീ ഒന്ന് ശ്രദ്ധിക്കണം, എന്നിട്ട് കയറി പോയാൽ മതി, കളി കൃത്യമായിട്ട് മനസ്സിലാക്കി റീഡ് ചെയ്തിട്ട് കയറി പോയാൽ മതി എന്ന് ക്രിസ്ത്യാനോ എന്നോട് പ്രത്യേകമായിട്ട് പറയും. ദെൻ അദ്ദേഹം റൈറ്റ് ബാക്ക് ആയിട്ടുള്ള കർവാഹലിനോടും പറയും, ലുക്ക്, ദി ബോൾ ഈസ് ഓൾവേസ് ദെയർ എന്ന്. അതായത് അപ്പുറത്തുള്ള താരത്തോടും ഇത് തന്നെ പറയും. എനിക്കറിയില്ല എന്താണ് അദ്ദേഹം ഇങ്ങനെ എല്ലാവരോടായിട്ട് പറയുന്നതെന്ന്. പക്ഷേ എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയും, എല്ലാ താരങ്ങൾക്കും അദ്ദേഹം അഡ്വൈസും കൊടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള അഡ്വൈസുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലങ്ങനെ കിടക്കുകയാണ്. കാരണം അതൊക്കെ എക്സെപ്ഷണലായിരുന്നു. ഇൻ എവറിത്തിങ് അതൊക്കെ വളരെ എക്സെപ്ഷണലായിരുന്നു. പിന്നെ ക്രിസ്ത്യാനോ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസിയാണ്. ആ ഒരു കൺസിസ്റ്റൻസി എനിക്കറിയില്ല അത് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അദ്ദേഹം സെയിം പെർഫോമൻസ് എല്ലാ വർഷവും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 30 ലീഗ് ഗോളുകൾ ഒരു വർഷം അടിക്കുന്നു, 40 ലീഗ് ഗോളുകൾ അടുത്ത വർഷം അടിക്കുന്നു, ആൻഡ് സോ ഓൺ. സോ ക്രിസ്ത്യാനോ ഈസ് ട്രൂലി അമേസിങ് എന്നാണിപ്പോൾ മാർസലോ സാക്ഷ്യപ്പെടുത്തുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.